അസ്സലാമു വറഹ്മത്തുള്ളാഹി. റസ വ്ളോഗിൻ്റെ മറ്റൊരു സിയാറത്തിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിന്ന് പോന്നിട്ടില്ല. വയനാട്ടിലെ മറ്റൊരു മക്കാമിലേക്ക്, വാരാമ്പറ്റ മക്കാമിലേക്കാണ് നമ്മുടെ യാത്ര. കുറച്ച് മുന്നേ വിശദീകരിച്ചിരുന്നു. വാരാമ്പറ്റ മക്കാമിലെ അലി അക്ബർ, ദില്ലി അലി അക്ബർ മഹാന്റെ മകൻ്റെ മഖബറയിലേക്ക് നമ്മൾ പോയി. മകനാണെന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ മഹാനവറുള്ള മഖബറയിലേക്ക്, അഥവാ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് നമ്മൾ പോയി. ആ ഒടുങ്ങാക്കാട് മക്കാമിലുള്ള മഹാന്റെ ഉപ്പയുടെ ഹദറത്തിലേക്കാണ്, അഥവാ അലി അക്ബർ മഹാന്റെ ഹദറത്തിലേക്കാണ് ഇപ്പം നമ്മുടെ യാത്ര. വാരാമ്പറ്റ മക്കാമ്, വാരാമ്പറ്റ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഏഷ്യയിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡാം ബാണാസുര ഡാം. വയനാട്ടിൽ അറിയപ്പെട്ടൊരു ഡാമാണ് ബാണാസുര ഡാം. വയനാട് എന്ന് മാത്രമല്ല, കേരളത്തിൽ അറിയപ്പെട്ട ഡാമുകളിൽ ഒന്നാണ് ബാണാസുര ഡാം. ആ ബാണാസുര ഡാം കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ വാരാമ്പറ്റ മക്കാമിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. പല ആളുകളും വയനാട് ചെല്ലും, ബാണാസുര ഡാമിലേക്ക് ചെല്ലും, അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, പക്ഷേ തൊട്ടപ്പുറത്തൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. അപ്പോൾ വാരാമ്പറ്റ ഈ ബാണാസുര ഡാമിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാരാമ്പറ്റ മക്കാമിലേക്ക് എത്താൻ സാധിക്കും. വലിയ മഹാനാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ വയനാട്ടിലുള്ള വാരാമ്പറ്റയിലേക്ക് വന്ന മഹാനാണ്. അപ്പോൾ മഹാനെ സ്മരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര അങ്ങോട്ട് തിരിക്കുകയാണ്. ഞങ്ങൾ വൈത്തിരിയിൽ നിന്ന് മറ്റൊരു വഴിയിലൂടെ, വൈത്തിരിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വാരാമ്പറ്റ റോഡ് എന്ന് പറയുന്നൊരു റോഡ് കാണാം. ആ റോഡിലൂടെ ഏകദേശം 10-20 കിലോമീറ്ററോളം സഞ്ചരിക്കണം ഈ വാരാമ്പറ്റ മക്കാമിലെത്താൻ. ബാണാസുര ഡാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ഈ ബാണാസുര ഡാം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. ആരോട് ചോദിച്ചാൽ ബാണാസുര ഡാം ചോദിച്ചാലും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സ്ഥലമാണ് ബാണാസുര ഡാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാണാസുര ഡാം എത്തിക്കഴിഞ്ഞാൽ 1 കിലോമീറ്റർ മാത്രമുള്ളൂ ഈ വാരാമ്പറ്റ മക്കാമിലേക്ക് എന്നുള്ളത് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ യാത്ര തുടരുകയാണ് ഇൻഷാ അല്ലാഹ്. വയനാട്ടിലെ സുന്ദരമായ കാഴ്ചകളാണ്, നയനമനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തേയിലത്തോട്ടങ്ങൾ എങ്ങുമിങ്ങും, നല്ല അള്ളാഹുവിൻ്റെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ വയനാട് എന്നുള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ തേയില എത്തുന്നതൊക്കെ എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഒരുപാട് ഫോറസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ഒരുപാട് കേന്ദ്രങ്ങൾ, താമസിക്കാൻ പറ്റിയ നല്ല റിസോർട്ടുകളൊക്കെ ഇവിടെയുണ്ട്, ഈ സ്ഥലത്തുണ്ട് എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാഴ്ചകൾ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളെ വാരാമ്പറ്റയിലേക്ക് മക്കാമിലേക്ക് പോകുന്ന വഴിയാണ്. സ്ഥലത്തിന് പുഴുതന വഴിയിലൂടെയാണ് പോവുക. നേരത്തെ പറഞ്ഞ പോലെ വൈത്തിരിയിൽ നിന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും, ബാണാസുര ഡാം അല്ലെങ്കിൽ വാരാമ്പറ്റ മക്കാമിൽ നിന്ന് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഒരു വഴി പറഞ്ഞു തരും. ഇവിടെ റോഡ് പണി നടക്കണം. ഏതായാലും ഇവിടെ റോഡ് വീതി കൂട്ടുകയാണ് തോന്നുന്നത്. നേരെ നോക്കി കഴിഞ്ഞാൽ അവിടെയും തേയിലത്തോട്ടങ്ങൾ. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ തേയില കൃഷിയുടെ കൂമ്പാരമാണ് നമ്മൾ കാണുക. കാരണം ഉയർന്ന പ്രദേശങ്ങളാണല്ലോ, ഉയർന്ന പ്രദേശങ്ങളിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള തേയിലകൾ ഉൽപ്പാദിപ്പിക്കുക. ഉയരം കൂടുന്തോറും സ്വാദ് കൂടും എന്നാണല്ലോ പ്രമാണം. 6-ാം മൈലെത്തി. 6-ാം മൈലിൽ നിന്ന് വലത്തോട്ടാണ് പടിഞ്ഞാറത്തറ. അതുപോലെ തന്നെ ബാണാസുര ഡാമിലേക്കുള്ള വഴി. ഞാൻ അങ്ങോട്ട് വാഹനം തിരിഞ്ഞു. ബാണാസുര ഡാമിൻ്റെ, നേരത്തെ പറഞ്ഞ ബാണാസുര ഡാമിൻ്റെ ഒരു വശത്താണ് ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ബാണാസുര ഡാമിൻ്റെ ഒരു വശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. പടിഞ്ഞാറത്തറ പുതിയ ജുമാ മസ്ജിദാണ് ഈ കാണുന്നത്. പ്രത്യേക ഒരു രൂപത്തിൽ പഴമയെ ഒന്ന് പുതുക്കി പണിത ഒരു പള്ളിയാണ് ഇത്, പടിഞ്ഞാറത്തറ പള്ളി. ഇൻഷാ അല്ലാഹ് ഈ പടിഞ്ഞാറത്തറ പള്ളിയിൽ നിന്ന് ഇടത്തു ഭാഗത്തേക്കുള്ള റോഡ് നമുക്ക് കാണാം. വാരാമ്പറ്റ മക്കാം എന്നുള്ളൊരു ബോർഡ് ഇവിടെ കാണാം. ഞങ്ങൾ വൈത്തിരി വഴി വന്നപ്പോൾ ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ് പടിഞ്ഞാറത്തറയിൽ നിന്ന് ഒരു 4-4.5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വാരാമ്പറ്റ മക്കാമിലെത്താൻ സാധിക്കും. അതിൻ്റെ 1 കിലോമീറ്റർ മുന്നെയാണ് ബാണാസുര ഡാമും സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് യാത്ര വഴി മധ്യ നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാണാസുര ഡാമിൻ്റെ മുൻവശമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വാരാമ്പറ്റ മക്കാമിലേക്ക് പോകുന്ന വഴിയാണ് ഈ ബാണാസുര ഡാം നിൽക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു.
ആ ബാണാസുര ഡാമിൻ്റെ മെയിൻ വശം ഈ ഭാഗത്തുള്ള ഷട്ടർ തുറന്നാലാണ് വെള്ളം ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷട്ടറൊന്നും തുറന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മറ്റു വശം കൂടെ നമ്മൾ വാരാമ്പറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര തുടരുകയാണ്. ബാണാസുര ഡാമിൻ്റെ കവാടമായിരുന്നു ആദ്യം ഇത്. പിന്നെ എൻട്രൻസ് മാറ്റി, എൻട്രൻസ് കുറച്ച് അപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ട്. ആദ്യം ഇതിലൂടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എന്നിട്ട് ബാണാസുര ഡാമിലേക്ക് 1 കിലോമീറ്ററോളം അങ്ങനെ നടന്ന് തിരിച്ചതിലൂടെ തന്നെ വരും. എന്നാൽ മറ്റൊരു വഴിയിലൂടെയാണ് ഇപ്പോൾ യാത്ര. ഇൻഷാ അല്ലാഹ് ഒരു 200 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആ വഴിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇപ്പോൾ അടവാണൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് ബാണാസുര ഡാമിലേക്കുള്ള ലക്ഷ്യം നമുക്കില്ല. പക്ഷെ അതിൻ്റെ ഒരു ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പാർക്കിംഗ് ഏരിയകളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയും പാർക്കിംഗ് ഏരിയകളുണ്ട്. പേ പാർക്കിംഗ് ആണ്. ഇവിടെ വന്ന് പൈസ കൊടുത്ത് പാർക്ക് ചെയ്യണം. ഇപ്പോൾ എൻട്രൻസ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. ഏതായാലും ബാണാസുര ഡാമിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ മുഴുവൻ ആ കാണുന്നത് ഷീറ്റല്ല, കാണുമ്പോൾ ഷീറ്റാണ് വിചാരിക്കും, പക്ഷെ അതൊക്കെ സോളാർ പാനലാണ് ആ കാണുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് ഇതാണ് എൻട്രൻസ്. അങ്ങോട്ട് ബാണാസുര ഡാമിലേക്ക്, ആ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള എൻട്രൻസ് ആണ് ഇത്. പക്ഷേ ഇവിടെയൊക്കെ ക്ലോസ്ഡ് എന്നാണ് എഴുതി കാണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര ഇങ്ങോട്ടല്ലാത്ത കാരണം നമ്മൾ വാരാമ്പറ്റ മഖാമിലേക്ക് തന്നെ നേരെ തിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ വയനാട്ടിൽ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ അനവധി കണ്ട്. പക്ഷേ കാപ്പിത്തോട്ടങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. തോട്ടങ്ങളും ഒരുപാടുണ്ട് ഈ ഭാഗത്ത്. വാരാമ്പറ്റ മസ്കിലേക്ക് ഇനി ഒരു 3 കിലോമീറ്റർ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് വാരാമ്പറ്റ മഖാമിലൂടെ ബാണാസുര ഡാമിലൂടെ വന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വഴിയെത്തും. ഇവിടുന്ന് വലത്തോട് തിരിയണം. വലത്തോട് തിരിഞ്ഞ് ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആണ് വാരാമ്പറ്റ മഖാമിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിറച്ച് കാപ്പിത്തോട്ടങ്ങൾ, 2 വശം ഈ റോഡിൻ്റെ ഇരുവശവും കാപ്പിത്തോട്ടങ്ങൾ മാത്രമാണ്. അതിൻ്റെ ഇടയിൽ ചില തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും കാപ്പി മരങ്ങളാണ് കൂടുതലുള്ളത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ വാരാമ്പറ്റ മഖാമെത്താനായി. ഒരുപാട് നേരം യാത്ര തുടങ്ങിയിട്ട് നമ്മൾ വൈത്തിരിയിൽ നിന്ന് പടിഞ്ഞാറത്ത് അവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ചു. നമുക്ക് വാരാമ്പറ്റയിലെത്താൻ ഇൻഷാ അല്ലാഹ് നമ്മൾ വാരാമ്പറ്റ മഖാമിലേക്ക് എത്താൻ പോവുകയാണ്. വാരാമ്പറ്റ പള്ളിയും അതുപോലെ തന്നെ മഖാമൊക്കെ നമുക്ക് കാണാം. നമ്മുടെ വാഹനം ഈ വലത് ഭാഗത്ത് പാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. സയ്യിദ് അലി അക്ബർ ദില്ലിക്കോയ തങ്ങൾ വാരാമ്പറ്റ മഖാം എന്ന് എഴുതിയ ഇൻഷാ അല്ലാഹ് നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാരാമ്പറ്റ മഖാമിലാണ്, മഖാമിൻ്റെ പരിസരത്താണ്, അഥവാ പള്ളിയുടെ മുൻവശത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 280 വർഷം അതിനേക്കാളും കൂടുതൽ വർഷമുള്ള പഴക്കമുള്ള പള്ളിയാണ്. ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ചില ഭാഗങ്ങളൊക്കെ അതേപോലെ പഴയതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പഴയ മരങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്താതെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പള്ളിയുടെ ഉൾവശമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വശത്ത് മഹാൻ്റെ മക്ബറ, നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിൽ നിന്ന് വന്ന സയ്യിദ് അലി അക്ബർ തങ്ങളുടെ മക്ബറ. ഇൻഷാ അല്ലാഹ് നമുക്ക് പള്ളിയുടെ ഉൾവശമൊക്കെ ഒന്ന് കണ്ട് ഈ മഖാമിലേക്ക് വരാം, സിയാറത്ത് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വാരാമ്പറ്റ മഖാമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വാരാമ്പറ്റ മഖാമിനോട് ചാരിയിട്ടാണ് ഇവിടുത്തെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 280 വർഷത്തിനപ്പുറം പഴക്കമുണ്ട് എന്നാണ് ഇവിടുത്തെ ആളുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അത്രയ്ക്കും പഴക്കമുള്ള മരങ്ങളും അതുപോലെ തന്നെ തടികളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് മഖാമിന് അത്രയൊന്നും പഴക്കമില്ലെങ്കിലും ഈ പള്ളിക്ക് മഖാമിനേക്കാൾ കൂടുതൽ പഴക്കമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മഖാമിൻ്റെ ഉൾവശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. പഴയ കാലത്തെ മരത്തടികളും അതുപോലെ തന്നെ അവിടുത്തെ മിഹ്റാബും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പഴയ കാലത്തുള്ള
ആ കോണി തന്നെയാണ്. പൊന്നാനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലത്തെ കോണി കൂഴ്ന്നിട്ടാണ് മുകളിലേക്ക് പോകാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരു കയറുകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുകൾ ഭാഗത്തൊന്ന് പോയി നോക്കാം. വലിയ ഒരു ആത്മീയ അനുഭൂതി ഇത്തരത്തിലുള്ള പള്ളികളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് മുകളിൽ പോയി നോക്കാം. പഴയ കാലത്തുള്ള ആ ചുമരുകളും അതുപോലെ തന്നെ ജനവാതിലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ജനവാതിലൊന്നും മാറ്റിയിട്ടില്ല ഇതുവരെ. ആ പഴമയെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേൽക്കൂര, ഇവിടുത്തെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഈ മേൽഭാഗം, അത് ആ പൊന്നാനി പള്ളിയുടെ മാതൃക പോലെ തന്നെയാണ്. അത് ആ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അൽഹംദുലില്ലാഹ് നമ്മൾ വാരാമറ്റ മഖാമ് സിയാറത്ത് ചെയ്തു. മഹാന്റെ ഹദറത്തിൽ ചെന്നു. അവിടെ തുറന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ അവിടുത്തെ ഖാദിമിനോട്, അവിടുത്തെ ഉസ്താദിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ആ മഖാമ് തുറന്നു തന്നു അല്പനേരത്തിന്. ഇൻഷാ അല്ലാഹ് അവിടെ കയറി ഞങ്ങൾ സിയാറത്ത് ചെയ്തു. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്തിരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. മഹാന്റെ കറാമത്തുകൾ അനവധിയാണ്. എല്ലാ വർഷവും വലിയ തോതിൽ 6 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നേർച്ച കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷം വരെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചു. നല്ല രൂപത്തിൽ ഇസ്ലാമികപരമായിട്ട് തന്നെയാണ് നേർച്ചകളൊക്കെ നടക്കുന്നത്. എന്നിരുന്നാലും മഹാന്റെ ഹദറത്തിലേക്ക് ഒരുപാട് ആളുകൾ എന്നും ഇന്നലെയുമായി ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാന്റെ കറാമത്തുകൾ അനവധിയാണ്. ഇപ്പോഴും അവിടെ വളരെ ജനങ്ങളുടെ ആശയ കേന്ദ്രമാണ് മഹാനവറുകൾ. ഒരുപാട് ആളുകൾക്ക് പല പല കാര്യങ്ങളും സാധിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്റെ പൊരുത്തം നൽകപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.